വഴിതെറ്റിപ്പോകുന്ന മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ച് നമ്മൾ പൊതുവെ പണ്ട് പറയാറുണ്ടായിരുന്ന ഒരു പ്രയോഗമാണ് കുരുത്തം കെട്ടവർ. കുരുത്തം കെട്ടവളോ കുരുത്തം കെട്ടവരോ. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന വഴിയിലൂടെയൊക്കെ നടക്കാതെ വരുമ്പോഴും ആ വഴിയിൽ നിന്ന് മാറി നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നടക്കും, അതുപോലെയുള്ള കുസൃതികളോ അസ്വസ്ഥതകളോ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവരെക്കുറിച്ച് എഴുതിത്തള്ളിയതുപോലെ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുന്നത്, കുരുത്തം കെട്ടവർ. എഴുതിത്തള്ളാന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ഈ മാർച്ച് മാസം വരുമ്പോൾ ഓഡിറ്റർമാർ പറയുന്ന കാര്യം അത് റൈറ്റ് ഓഫ് ചെയ്യാന്ന് പറയും. പിന്നെ അതിനെക്കുറിച്ച് നോക്കണ്ട, എഴുതുകയും എന്നിട്ട് തള്ളുകയും ചെയ്യണം. അത് വിട്ടു, ഇനി നോക്കിയിട്ട് കാര്യമില്ല, അത് എഴുതി തള്ളുകയാണ്. അങ്ങനെ എഴുതി തള്ളപ്പെട്ട കുട്ടികളെക്കുറിച്ചാണ് പൊതുവെ, തള്ളപ്പെടുന്ന കുട്ടികളെക്കുറിച്ചാണ് പൊതുവെ ഈ കുരുത്തം കെട്ടർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം എത്ര ആഴത്തിൽ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ഈ പറയുന്നവരോ അത് കേൾക്കുന്നവരോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അത് കുരുത്തം അല്ല, അത് ഗുരുത്വം കെട്ടവരാണ്. എവിടെയാണ് ഈ ഗുരുത്വം കെട്ടവർ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നല്ലോ. നമ്മുടെ പ്രോഡക്ട്സ് എങ്ങനെ നല്ല പ്രോഡക്ട്സ് അല്ലാതെ പോയി, അല്ലെങ്കിൽ എങ്ങനെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോയി എന്ന് കൂടെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്തിനു വേണ്ടി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു, എങ്ങനെയാണ് ആ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ആ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമുക്ക് കൊണ്ടുവരേണ്ട ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഈ ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ശിഷ്യൻ്റെ മനസ്സിലെ അന്ധകാരം നീക്കുന്നവൻ എന്നാണ്. നീക്കാൻ കഴിവുള്ളവൻ എന്നല്ല, നീക്കുന്നവനാണ്. കഴിവ് എന്ന് വെച്ചാൽ അറിവ് മാത്രമാണ്. അറിവ് മാത്രം പോരാ, ആ അറിവിൻ്റെ വഴിയെ ചരിക്കുന്നവനുടെ കൂടിയാണ് ഗുരു. എന്നിട്ട് ശിഷ്യരോട് എൻ്റെ പിന്നാലെ വാ, ഇതാണ് വഴി എന്ന് ചൂണ്ടി കാണിച്ച് കൊടുക്കുവാൻ, അല്ലെങ്കിൽ എന്ന് പറയുവാൻ തക്ക ആ ആത്മവിശ്വാസവും ആത്മബലവും ധാർമ്മികമായ ബലവും ഉള്ളവനാണ് ഗുരു. അങ്ങനെ ഒരു ഗുരുവിനെ കാണാനോ ഒരു ഗുരുവിൻ്റെ ശിഷ്യനാവാനോ സാധിച്ച ഒരു കുട്ടിയും ഒരിക്കൽ പോലും ചരിത്രത്തിൽ വഴിതെറ്റിപ്പോയിട്ടുള്ളതായിട്ട് നമ്മൾ ആരും വായിച്ചിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. അപ്പം എവിടെയോ നമ്മുടെ കുട്ടികൾക്ക് ഗുരുത്വം കിട്ടാതെ പോകുന്നുണ്ട്. ആ ഗുരുത്വം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നല്ല മനുഷ്യരെ വാർത്തെടുക്കാനും അവരിലൂടെ നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാനും ആവും. അധ്യാപകനാണ് കുട്ടികളുള്ളൂ. ഇന്ന് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അറിവ്. പക്ഷെ ഗുരുവ് ഒരിക്കലും അറിവ് പറഞ്ഞു കൊടുക്കുന്നില്ല, അത് ജ്ഞാനം പകർന്നു കൊടുക്കുന്നേ ഉള്ളൂ. അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് കൂടി ഒന്നും കൂടെ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. അറിവിൻ്റെ ഉപയോഗമാണ് ജ്ഞാനം. അതുപോലെ തന്നെ തനിക്ക് അറിയാൻ കഴിയാത്ത ഒരവസ്ഥയെ അഭിമുഖീകരിക്കുവാനും അതിനെ മാനേജ് ചെയ്യുവാനും അതിനെ അതിജീവിക്കാനും കഴിയുന്ന പ്രക്രിയയാണ് ജ്ഞാനം. അത് കേവലമായ അറിവുകൊണ്ടുണ്ടാവില്ല. ആ അറിവ് ലഭിക്കുന്നത് ഒരു ഗുരുമുഖത്തുനിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഗുരുക്കന്മാരുള്ള സ്ഥലമാണ്, അങ്ങനെയുള്ള ഗുരുക്കന്മാരുള്ള സ്ഥലമാണ് ഗുരുകുലം. അപ്പം നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ നമുക്ക് ഗുരു ഉള്ളിടത്ത് നമ്മുടെ കുട്ടികളെ അദ്ദേഹത്തിൻ്റെ ശിഷ്യരാക്കാൻ അല്ലെങ്കിൽ അവരുടെ ശിഷ്യരാക്കാൻ കഴിഞ്ഞാൽ നാളേക്ക് അവരെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. കാരണം അവർ നല്ല മനുഷ്യരാവും. നമുക്ക് നമ്മുടെ കുട്ടികൾ നല്ല മനുഷ്യരാവണോ, അതോ ഇന്നത്തെ ഈ കമ്പോള സംസ്കാരത്തിലും മത്സര സംസ്കാരത്തിലും എവിടെയും
ഇടിച്ചു കയറി വിജയികളാവണോ എന്നുള്ളൊരു ചോയ്സ് നമ്മുടേതാണ്. നല്ല തീരുമാനം എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിടുക്കോ സാമർഥ്യമോ അല്ലെങ്കിൽ വിജയമോ അല്പമൊക്കെ കുറഞ്ഞാലും നല്ല മനസ്സിൻ്റെ ഉടമകളായ, വഴി അറിയുന്ന, വഴിയെ പോകുന്ന, ആ വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ ആഗ്രഹിച്ചാൽ അതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം, എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു ബോധ്യവും. അപ്രകാരം നല്ല മനുഷ്യരെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.